ഒരു 4-5 നെല്ലിക്ക, ഒരു കഷ്ണം ഇഞ്ചി, 2 ആപ്പിൾ, ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ട്, ഇതിൻ്റെ ഒരു പകുതി മതിയാവും കേട്ടോ, ഇത് ഫുള്ളായി വേണ്ട. പിന്നെ 2 ക്യാരറ്റ്, പിന്നെ ഒരു ചെറുനാരങ്ങ, ഇതൊക്കെ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തോല് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അടുത്ത കലാപരിപാടി നമുക്കിതൊന്ന് അരിച്ചെടുക്കലാണ്. അപ്പോൾ ഇത് മുഴുവനായി തന്നെ നമ്മളൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഈ ജ്യൂസിനെ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ചെറുനാരങ്ങ ഇതുപോലെ ചെറിയ പീസായി കട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നീര് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ അതിൻ്റെ നീര് ഫുള്ളായി തന്നെ ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഐസ് കട്ടയായതിന് ശേഷം നമ്മളിതൊരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. ഇത് നമ്മൾ ഈ ഒരു ജ്യൂസ് ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. ABC ജ്യൂസാണ് ഇപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കി ഇരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നമ്മൾ നല്ലോണം മുഖം നമ്മുടെ സ്കിന്നിന് കളർ വെക്കണം, ബ്രൈറ്റ്നെസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ജ്യൂസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക കേട്ടോ. ഫസ്റ്റ് ഒരു 7 ദിവസം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു ഗ്യാപ്പ് വിട്ട് കഴിക്കുക, കൂടുതലാവരുത്, എന്നും റെഗുലറായിട്ട് കഴിക്കരുത് കേട്ടോ. പിന്നെ വീക്ക്ലി 3 വട്ടമൊക്കെ ആയിട്ട് നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് സാധനങ്ങളുടെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.